മാത്രം നിന്നുകൊണ്ട് കാര്യമില്ല, അതിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ. ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ CPO സജീഷാണ് 2000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. യേശുദാസൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സജീഷിനെ പിടികൂടിയത്. വാഹന അപകടവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സജീഷ് യേശുദാസിനോട് പണം ആവശ്യപ്പെടുകയായിരുന്നു. സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ പണച്ചെലവുണ്ടെന്ന് പറഞ്ഞാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതോടെ യേശുദാസ് വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. ഒല്ലൂർ സ്റ്റേഷന് മുമ്പിൽ ലെഫ്റ്റ് സൈഡ് ഒരു ഇതുണ്ട്, ജനമൈത്രിയുടെ അതിൻ്റെ ഉള്ളിൽ കട്ടണക്കിട്ടുള്ള ഒരു സ്ഥലം, അതിനുള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. ചെന്നിരുന്നു. ആളപ്പം തന്നെ സീലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ രാജ്ഭവനിലേക്ക് SFIയുടെ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ജലപീരങ്കികൾ 4 ഗണ്ണുകൾ ഉപയോഗിച്ച SFI പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും SFI പ്രവർത്തകർ പിന്മാറാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഗവർണർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തിരികെ മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയപ്പോൾ ഈ ബാരിക്കേഡിനപ്പുറത്തേക്ക് SFI പ്രവർത്തകർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസുമായി പ്രതിഷേധം. ഗവർണർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകർ രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. സൂര്യ, രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് കടക്കാനുള്ള ശ്രമം തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ. തന്നെയാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് SFI സംഘടിപ്പിക്കുകയായിരുന്നു. SFI പ്രവർത്തകർ
ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവനിലേക്ക് സമീപത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് തടയുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്നു പ്രവർത്തകർ. 2 പ്രാവശ്യമാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഗവർണർക്ക് നേരെ അതിശക്തമാക്കും പ്രതിഷേധം എന്നുള്ളത് SFI അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിനു മുൻപും രാജ്ഭവനിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് SFI അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണർക്കെതിരെ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചാണ് SFI കടുത്ത പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ട രാജ്ഭവനിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുമെന്നുള്ള ഒരു കാര്യം SFI വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സർവകലാശാല വിഷയവും ഇപ്പോൾ ആളിക്കത്തിയിരിക്കുന്നത്. സർവകലാശാല വിഷയത്തിൽ ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി കൂടി ഉണ്ടായതോടെ ഗവർണർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സമരം സംഘടിപ്പിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 100-ലധികം വരുന്ന പ്രവർത്തകരാണ് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് തടയുകയാണ്. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധം ശക്തമാക്കിയാണ്. ഗവർണർക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം തുടരുകയാണ്. ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ ഇപ്പോൾ ബാരിക്കേഡിന് ഇപ്പുറത്ത് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രതിഷേധക്കാർ അതിശക്തമായിട്ട് മുദ്രാവാക്യവും പ്രതിഷേധവും ഉയർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഗവർണർക്കെതിരെ സന്ധിയില്ലാ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് SFI ഉറപ്പിച്ചു പറയുന്നത്. ഇത് കൂടാതെ സർവകലാശാല ആസ്ഥാനത്തേക്ക് KSUവിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുകയാണ്. എന്തായാലും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ അതിശക്തമാക്കുകയാണ് തങ്ങളുടെ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി സൂര്യ, തുടരുക. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ അർലേക്കറുടെ നേതൃത്വത്തിൽ ഈ രാജ്ഭവനിൽ ഇരുന്നുകൊണ്ട് പരിപാടിയുടെ തീർത്തുറ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി രാജ്ഭവനകത്ത് RSSന്റെ ഭാരതാംബയുടെ ചിത്രം ആസ്വദിച്ചുകൊണ്ട് അനാവശ്യമായി ഔദ്യോഗിക പരിപാടികളെ RSSന്റെ പരിപാടികളാക്കി മാറ്റുവാൻ കേരളത്തിലെ രാജ്ഭവനെ RSSന്റെ ശാഖയാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയുടെ ശരണ്ട് ചേംബറിൽ സർക്കാരിന്റെ പരിപാടികൾ RSSന്റെ പരിപാടിയാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ സിൻഡിക്കേറ്റ് തീരുമാനിക്കുകയും ആ പരിപാടി റദ്ദു ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായി. എന്നാൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ആ പരിപാടി റദ്ദു ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ ആ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് RSSന്റെ ഗവർണർ അർലേക്കർ അവിടെ എത്തുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിലയുണ്ടായി. ഇന്നിപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കിയ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഇവിടെ ആരാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത്? ഇവിടെ കേരള സർവകലാശാലയുടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണറാണ്. ഇവിടെ രജിസ്ട്രാറെ നടപടിയെടുത്ത് പുറത്താക്കുന്നതുവഴി എന്ത് സന്ദേശമാണ് നൽകുന്നത്? RSSന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ നടപടിയെടുത്ത് പുറത്താക്കുന്ന രീതി തെറ്റായ രീതിയാണ്. ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ അടിയന്തരമായി രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിച്ചില്ലെങ്കിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി സൂചനാ മാർച്ച് സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFI ജില്ലാ സെക്രട്ടറി അന്തരം ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ബിംബം
രാഷ്ട്രമാതാവ് എന്ന് പറയുന്ന ഭാരതാംബയുടെ ഒരു ബിംബം കൊണ്ടുവന്ന് അവിടെ വച്ചുകൊണ്ട് കേരളത്തിലെ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങളിത് ആദരിക്കണമെന്ന്. SFI ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്, മിസ്റ്റർ ഗവർണർ, ഞങ്ങൾ ആദരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്, ഞങ്ങൾ ആദരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളെയാണ്, ശാസ്ത്രങ്ങളെയാണ്, ഈ സമൂഹത്തെയാണ്. അല്ലാതെ RSSന്റെ ഇത്തരത്തിൽ നിങ്ങൾ വണങ്ങുന്ന ഈ ബിംബങ്ങളെയെല്ലാം നിങ്ങളുടെ ശാഖയ്ക്കകത്ത് വച്ച് വണങ്ങിയാൽ മതിയെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ പറയുകയാണ്. ഗവർണറോട് എല്ലാ ഘട്ടവും പറയുന്നത് പോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ ഈ ഘട്ടത്തിനകത്ത് അടിവരയിട്ട് പറയുന്നു, വിളച്ചിലടിക്കരുത്. ഗവർണറോട് ഈ ഘട്ടം SFI സൂചിക്കുകയാണ്, വിളച്ചിലടിക്കരുത്. ഇവിടെ SFI എന്താണെന്നും SFIയുടെ സമരങ്ങൾ എന്താണെന്നും ആ ഫോൺ ഇറക്കി ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചാൽ മതി. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു തരും എന്താണ് SFI എന്നും SFIയുടെ സമരങ്ങൾ എങ്ങനെയാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചാൽ മതി. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഈ കേരളത്തിനകത്ത് സർവകലാശാലക്കകത്ത് വന്നാൽ അതിനെയെല്ലാം വലിയ വിദ്യാർത്ഥി പ്രതിരോധം തീർത്ത് ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഈ കേരളത്തിലെ SFI ആ മുൻപന്തിയിൽ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. തലയ്ക്കകത്ത് ചാണകമില്ലാത്ത തലച്ചോറുള്ള ഏതൊരു മനുഷ്യനും ചെയ്ത കാര്യമേ രജിസ്ട്രാറും ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ നാടിനകത്ത് സർവകലാശാലയുടെ VC സംബന്ധിച്ചുള്ള കാര്യം സൂചിപ്പിക്കുക, രാജാവിനെയും കാട്ടി വലിയ രാജഭക്തിയുള്ള ഒരു VC കേരള സർവകലാശാലക്കകത്തുണ്ട്. വിദ്യാർത്ഥികളെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അതിനകത്തൊന്നും ഇടുക്കത്തിൽ നടപടിയില്ല. ഇവിടെ RSS പറയുന്ന കാര്യം എന്താണോ അത് കുമ്പിട്ട് വണങ്ങി നിന്നുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളായി കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്തുള്ള VC മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ വലിയ പ്രതിഷേധം തീർത്തുകൊണ്ടാണ് SFI ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. വരുന്ന ദിവസങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഗവർണർ ഭരണഘടന പഠിച്ചില്ലെങ്കിൽ തെരുവോരങ്ങൾക്കകത്ത് SFI ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം സഖാക്കളെ അഭിവാദ്യങ്ങൾ. പരിപാടി അവസാനം ചെയ്യുക. നാളെ 11 മണിക്ക് വലിയ പ്രതിഷേധ സമരം SFIയുടെ ഭാഗത്തുണ്ടാവുന്ന രാജ്ഭവൻ മാർച്ചുകൊണ്ട് മുഴുവൻ സഭകളും പങ്കെടുക്കും. മാർച്ചിൽ പ്രതിഷേധം പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സർക്കാർ പരിപാടികൾ RSSന്റെ പരിപാടിയാക്കാൻ ശ്രമിക്കുന്ന ഗവർണർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടും ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് SFI. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, സർക്കാർ പരിപാടികൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് SFI പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. 100ഓളം വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന് വിദ്യാർത്ഥികൾ അകത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണ് SFI. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്
ഈ SFI പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്? മറ്റ് വിശദാംശങ്ങൾ. രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ SFI പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. സർക്കാർ പരിപാടികൾ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സൂര്യഗായത്രി ഉണ്ട്. സൂര്യ, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു SFIയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മറ്റ് വിവരങ്ങൾ. ഗവർണർക്കെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. SFI ആണ് പ്രതിഷേധവുമായിട്ട് ആദ്യം ഇപ്പോൾ രംഗത്ത് എത്തിയത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും കടുത്ത പ്രതിഷേധം ഉയർത്തിയാണ് SFI ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയും ഗവർണർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയതിന് ശേഷം പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല തങ്ങളുടെ പ്രതിഷേധം എന്നുള്ളതാണ് SFI പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഗവർണർക്കെതിരെ ആരിഫിന്റെ കാലം മുതൽ തന്നെ അതിശക്തമായിട്ടുള്ള സമര പരിപാടികൾ SFIയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുണ്ടായിരുന്നതാണ്. ആരിഫ് മാറി അർലേക്കർ വരുമ്പോഴും SFI കടുത്ത പ്രതിഷേധം ഗവർണർക്ക് നേരെ ഉയർത്തുന്നു. അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതോടുകൂടി ഗവർണർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരമ്പരകൾ നടത്താൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ SFIയുടെ രാജ്ഭവൻ മാർച്ച് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ DYFIയുടെ രാജ്ഭവൻ മാർച്ച് ഉണ്ടാകുമെന്നുള്ള വിവരമാണ് അറിയുന്നത്. അതുപോലെ തന്നെ KSUവും സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ KSU, SFI, DYFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ രാജ്ഭവനിലേക്കും അതുപോലെ തന്നെ ഗവർണർക്കെതിരെയുമുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അത് തുടങ്ങി വെക്കുകയാണ്. അത് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്ഭവനിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങൾ സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘടനകളും അതിനൊത്ത പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടി നടത്തുന്നതിന് മുൻപ് തന്നെ ഭാരതാംബ ചിത്രം മാറ്റണമെന്നും പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നുമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് KSUവും SFIയും DYFIയും ഒക്കെ തന്നെ സർവകലാശാല ആസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തീർക്കുകയും ഗവർണർക്കെതിരെ പ്രതിരോധം തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടും അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ അടക്കം എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിഷയത്തിൽ ഒട്ടും പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്. പ്രത്യേകിച്ച് ഗവർണർക്ക് എതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ഗവർണർ സർവകലാശാലകളെയും അതുപോലെ തന്നെ രാജ്ഭവനെയും അടക്കം RSS അജണ്ട പ്രകാരം കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനമൊക്കെ തന്നെ ആരിഫിന്റെ കാലം മുതൽ തന്നെ SFI ഉൾപ്പെടെയുള്ളവർ ഉയർത്തി വന്നിട്ടുണ്ടായിരുന്നതാണ്. അത് ഇപ്പോൾ പുതിയ ഗവർണർ എത്തുമ്പോഴും അതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ രജിസ്ട്രാർക്കെതിരെ VC എടുത്ത നടപടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധവും വിമർശനങ്ങളും ഒക്കെ ഗവർണർക്കെതിരെ SFIയുടെ ഭാഗത്തു നിന്നും KSന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ DYFIയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകും. അത് കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ള കടുത്ത പ്രതികരണങ്ങൾ CPIന്റെയും CPMന്റെയും അടക്കം ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. രാജ്ഭവനിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെടുത്ത് വരും മണിക്കൂറിലും ദിവസങ്ങളിലും ഈ പ്രതിഷേധം പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി. മറ്റു വാർത്തകളിലേക്കാണ്. കോഴിക്കോട്